വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ ഇന്നത്തെ കണ്ടന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓരോ ഫംഗ്ഷൻ ഒരു ഇവന്റിന് കൊടുത്തിട്ടാണല്ലോ ചെയ്യാറ്. ഈ പ്രാവശ്യം നമുക്ക് തന്നെ ചെയ്താലോ. അപ്പോൾ നമ്മൾ ഇന്നത്തെ കണ്ടന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് റെന്റൽ ഷോപ്പിൽ വന്നിരിക്കുകയാണ് കേട്ടോ. നമുക്ക് ഓരോ സംഭവം എടുത്ത് റെന്റലായിട്ട് നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. അപ്പോൾ നമുക്ക് ഭയങ്കര ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിരിക്കും, നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുന്ന വീഡിയോ ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇത് ഫുൾ കാണുക. ഇവിടുത്തെ കളക്ഷൻ എന്താണെന്ന് കാണിച്ചു തരാം. ഫസ്റ്റ് ഈ ക്രാഡിലാണ് കേട്ടോ. അപ്പോൾ നമ്മളെ ബേബീസിന് തന്നെ പറ്റിയിട്ടുള്ള ഒരുപാട് സാധനങ്ങൾ ഇവിടെ ഉണ്ട് ബേബി ഫംഗ്ഷന് വേണ്ടിയിട്ട്. അപ്പോൾ ഈ ക്രാഡിലൊക്കെ ആണെങ്കിൽ നമ്മൾ ബേബിയുടെ എന്തെങ്കിലും ഫംഗ്ഷൻ ആണെങ്കിൽ ഇതിൽ ക്രാഡിൽ കിടത്തിയിട്ടോ ഇരുത്തിയിട്ടോ ബേബിനെ ഉന്തി കൊണ്ടുവന്നു കഴിഞ്ഞാൽ നല്ല ഗ്രാൻഡ് എൻട്രി ആയിരിക്കും കേട്ടോ. അതേപോലെ തന്നെ ഒരു ബട്ടർഫ്ലൈ ഗാർഡൻ അങ്ങനെയൊക്കെയാണ് നിങ്ങളുടെ തീം. അതായത് ഇപ്പോൾ എൻഗേജ്മെന്റ് ആണെങ്കിലും ബേബിയുടെ ഫംഗ്ഷൻ ആണെങ്കിലും അങ്ങനത്തെ ഒരു തീമാണെങ്കിൽ ഇതേപോലത്തെ സാധനത്തിൽ ലേറ്റ് കത്തി നിൽക്കുമ്പോഴത്തെ ഭംഗി നിങ്ങൾക്ക് ആലോചിച്ചിട അല്ലേ. നോക്കി ഈ ബട്ടർഫ്ലൈ ഒക്കെ എന്തൊരു ഭംഗിയല്ലേ കാണാനായിട്ട്. ഇതൊക്കെ ലേറ്റ് കത്തി നിങ്ങളുടെ സ്റ്റേജിൽ നിൽക്കാൻ വെച്ചാൽ അടിപൊളിയായിരിക്കും കേട്ടോ. കേക്ക് സ്റ്റാൻഡിന് തന്നെ ഒരുപാട് വെറൈറ്റി കൂടി ഉണ്ട് കേട്ടോ. ഇത് നോക്കി എന്തൊരു ഭംഗിയാണെന്ന്. ഇങ്ങനെ മുത്തുകളൊക്കെ വന്നിട്ട് സൂപ്പർ ആയിട്ട് ഇനി കുറച്ച് വേറെ വെറൈറ്റീസ് ഉണ്ട് കേട്ടോ. ഞാൻ കാണിച്ചു തരാവേ. ഫസ്റ്റ് ഈ ഡോണറ്റ് സെക്ഷൻ നോക്കിയേ. ഇതിലിങ്ങനെ ഡോണറ്റ്സ് വെക്കാം കേട്ടോ. ഭയങ്കര നല്ല രസമായിട്ടുണ്ട്. ഇതൊരു കപ്പ് കേക്കിന്റെ സ്റ്റാൻഡാണ്. നല്ല ഭംഗിയില്ലേ, നല്ല രസം. നോക്കി ആ ഭാഗത്തിരിക്കുന്നത് മുഴുവൻ കേക്കിന്റെയും കപ്പ് കേക്കിന്റെയും കളക്ഷൻസ് ആണ് കേട്ടോ. ഇങ്ങനെ ജെയിൻവിൽ പോലത്തുള്ള കപ്പ് കേക്ക് വേണമെങ്കിൽ ഇതിന്റെ തന്നെ വെറൈറ്റികൾ ഉണ്ട് കേട്ടോ. നോക്കിയേ, ഇതിന്റെ വൈറ്റ് ഉണ്ട്, അതേപോലെ തന്നെ ഗോൾഡൻ ഉണ്ട്. വൈറ്റിൽ തന്നെ കുറെ ഉണ്ട്. ഇനി അത് വേണ്ട അങ്ങനെ ലാമ്പ് പോലെ ഇരിക്കുന്ന ഒരുപാട് നല്ല കളക്ഷൻസ് ഉണ്ട് കേട്ടോ. ഇതിന് ഒരുപാട് കേക്കിന് തന്നെ ഒരുപാട് കളക്ഷൻ. കേക്ക് സ്റ്റാൻഡിന് തന്നെ നിങ്ങൾക്ക് എന്തായാലും വരാണെങ്കിൽ മസ്റ്റ് വിസിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. നിങ്ങൾ കേക്ക് പാർട്ടി ഒക്കെ റെന്റിൽ എടുക്കണമെങ്കിൽ തന്നെ നോക്കി ഇതൊക്കെ കപ്പ് കേക്ക് വെക്കാനുള്ള സ്റ്റാൻഡാണ്. ലാമ്പിന്റെ കളക്ഷൻസിൽ വരാണെങ്കിൽ ഒരുപാട് ഡെക്കോർ ലൈറ്റ്സ് ആണ് കേട്ടോ. പല മൂഡിലുള്ളതുണ്ട്. ഇത് നോക്കി ഇങ്ങനെ പറയാ പണ്ടത്തെ ഇങ്ങനെ ഭയങ്കര വിന്റേജ് വൈബായിട്ടുള്ള ഒരു ലൈറ്റ് ആണ്. ഞാൻ എടുത്ത് കാണിക്കുന്നില്ല. പിന്നെ നോക്കി ഇങ്ങനത്തെ കുറെ ലൈറ്റ്സ് ഉണ്ട്. പിന്നെ നോക്കി ഒരു മിനിറ്റ്, താമര മുകളിൽ വന്നിട്ട് ഭയങ്കര എന്താ പറയാ ക്ലാസ് ആയിട്ടുള്ള ലൈറ്റ്സ് ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ ഇവിടെ കളക്ഷൻസ്. നോക്ക്, പിന്നെ എനിക്ക് ഇഷ്ടമായിട്ടുള്ള ഒരു കളക്ഷൻ കാണിച്ചിട്ടോ ലൈറ്റില്. പണ്ടത്തെ ചിമ്മിയുടെ ഒക്കെ പോലെ ഭയങ്കര പ്രീമിയം ആയിട്ടുള്ള ഒരു കളക്ഷൻ ആണ്. ഇതൊക്കെ റെന്റൽസിന് ഇവിടെ അവൈലബിൾ ആണ്. ഇത് കടിക്കാൻ പറ്റില്ല കേട്ടോ. ഇതൊക്കെ ഡമ്മീസ് ആണ്, കേക്ക് ഡമ്മീസ് ആണ്. അതേപോലെ തന്നെ കപ്പ് കേക്കിന്റെ വേറൊരു ഡമ്മീസ് അവിടെ ഇരിക്കുന്നുണ്ട്. പിന്നെ ഇങ്ങനെ കുറെ നമ്മള് കാൻഡിൽസ് ഇഷ്ടം പോലെ ഉണ്ട്. പിന്നെ ബാപ്റ്റിസത്തിനൊക്കെ പറ്റിയിട്ടുള്ള മാലാകമാര് ഇവിടെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. പിന്നെ ആ അറ്റത്ത് നോക്കി അവിടെയും ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ അതിന്റെ. പിന്നെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് കുത്തട്ടേതുകൊണ്ട് ഇത് ശൂലാണ് കേട്ടോ. അപ്പൊ ശൂലം അതേപോലെ തന്നെ വാള് അങ്ങനത്തെ കളക്ഷൻസ് കൂടി ഉണ്ട് കേട്ടോ. ഞാൻ അതങ്ങനെ അധികം അങ്ങനെ കണ്ടിട്ടില്ല. റെന്റൽ ഷോപ്പിലൊക്കെയാണ് കണ്ടിട്ടുള്ളത്. പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞാൽ എല്ലാം നിങ്ങൾക്ക് ഏത് ഫംഗ്ഷൻ ആണോ അതിനെല്ലാ സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ പറ്റൂട്ടാ. പിന്നെ നോക്കി ഇതേപോലത്തെ ഒരു കാറൊക്കെ നമ്മൾ ഒറിജിനൽ വാങ്ങുകയാണെങ്കിൽ നല്ല പൈസ വരൂലേ. ഗിഫ്റ്റ് ഒക്കെ ആയിട്ട് ബേബീസിന് കൊടുക്കുന്നവരാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ ഇത് നോക്കിയേ, ഇത് ഇവിടെ റെന്റിന് കിട്ടും. അപ്പൊ ഇത് വൺ ടൈം യൂസിനാണെങ്കിൽ ഇതൊക്കെ നിങ്ങൾ പർച്ചേസ് ചെയ്ത് നല്ലതായിരിക്കും. റെന്റിന് എടുത്തു കഴിഞ്ഞാൽ നല്ലതായിരിക്കും. പിന്നെ ഹാഫ് ബർത്ത്ഡേ ഇതിന്റെ കുറെ, അതായത് ഫസ്റ്റ് ബർത്ത്ഡേ ആണ് നമ്മൾ കൂടുതലായിട്ട് സെലിബ്രേറ്റ് ചെയ്യുക. അപ്പൊ അതിന് തന്നെ ഒരുപാട് നോക്കി ഏറ്റവും വലിയൊരു അറ്റത്തൊരു ഒന്നിരിക്കണം നോക്കി നിങ്ങൾ ഒന്നുണ്ട്. പിന്നെ നോക്കിയേ ഇങ്ങനെ ഹാഫ് ബർത്ത്ഡേ ഉണ്ട്. പിന്നെ ചെറിയ ചെറിയ സ്റ്റാൻഡ്, പിന്നെ അതേപോലെ തന്നെ വലിയ സ്റ്റാൻഡ് ഞാൻ കണ്ടുട്ടാ. അതൊക്കെ നല്ല രസമുണ്ട്. അതൊക്കെ നമുക്ക് എന്തായാലും ഇവിടുന്ന് റെന്റ് എടുക്കാം കേട്ടോ. പിന്നെ അതേപോലെ നോക്കി എല്ലാ ബർത്ത്ഡേ, ഇനിയിപ്പോ ഒന്നാം ബർത്ത്ഡേ മാത്രമല്ല, നിങ്ങൾ എല്ലാ ബർത്ത്ഡേ ആഘോഷിക്കണമെങ്കിൽ അതിന് പറ്റുള്ള ന്യൂമറിക്കൽ നമ്പേഴ്സും ഇതിൽ ലേറ്റും കത്തും. അപ്പൊ ലേറ്റും കത്തും അടിപൊളിയല്ലേ. ഈ ഒരു സെക്ഷനിലേക്ക് വരാണെങ്കിൽ ഹൽദി, മെഹന്തി, ട്രഡീഷണൽ ഫോട്ടോഷൂട്ട്, ഓണത്തിന്റെ ഫോട്ടോഷൂട്ട് ഒക്കെ ആണെങ്കിൽ അതിന് പറ്റിയുള്ള കുറെ ഐറ്റംസ് ഇവിടെ ഉണ്ട് കേട്ടോ. നമുക്കിപ്പോ കസ്റ്റമൈസ് ചെയ്തിട്ട് വേണമെങ്കിൽ ഏതൊക്കെ വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കും നമ്മുടെ ജമന്തിയുടെ സെക്ഷൻസ്. അതേപോലെ തന്നെ ഈ ഒരു വർക്ക് ഇതൊക്കെ ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനെ തൂക്കിയിട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടായിരിക്കും അല്ലേ. പിന്നെ ഇങ്ങോട്ട് വരാണെങ്കിൽ തന്നെ നോക്കി ഈ സ്റ്റാൻഡൊക്കെ നോക്കി നല്ല രസമല്ലേ ഈ സ്റ്റാൻഡൊക്കെ. ഇതൊക്കെ ഇങ്ങനെ ഓരോ 2-3 വെച്ച് കൊടുത്താൽ മതിട്ടാ ഒരു ബാക്ക്ഗ്രൗണ്ടില്. അപ്പൊ അത് നല്ല രസമായിരിക്കും കേട്ടാ. ഇങ്ങനത്തെ ഒരു ഫുൾ മജന്ത പൂവിന്റെ ആ ഡെക്കോർ ഇട്ടിട്ട് പിന്നെ ഇങ്ങനത്തെ സ്റ്റാൻഡ് 2-3. ഞാൻ കുറെ പിൻട്രസ്റ്റി ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട്സ് ഒക്കെ നമ്മൾ ഫംഗ്ഷൻ ഒക്കെ നോക്കുന്ന സമയത്ത് ഇതേപോലത്തെ സ്റ്റാൻഡ്, പിന്നെ അതൊക്കെ ഉണ്ട്. പിന്നെ എൻട്രിയിൽ വെക്കും. എൻട്രിയിൽ നമ്മൾ കുറച്ച് വെക്കില്ലേ, അതിൽ ഇങ്ങനത്തെ സ്റ്റാൻഡ് ഒക്കെ ആണ് കണ്ടിട്ടുള്ളത്. അപ്പൊ ഇതൊക്കെ നല്ല ഭയങ്കര അഫോർഡബിൾ ആയിട്ടാണ് ഇവിടെ കൊടുക്കുന്നത്. പിന്നെ നോക്കി ഇവിടെ നോക്കി ഈ ചെയർ നോക്കി 2 ഈ ചെയർ ഇങ്ങനെ കിട്ടിട്ട്. പിന്നെ എനിക്ക് തോന്നുന്നു ഇത് മറ്റേ സാധനമാണോ ചേട്ടാ? ഇങ്ങനെ 4 കാല് വെച്ചിട്ട് എല്ലാവരും പിടിക്കണത് ചാദറല്ലേ? അതിന് റെന്റിന് കൊടുക്കൂലേ നമ്മള്? ഇത് നമ്മൾക്ക് ഇങ്ങനെ നിങ്ങൾക്ക് മനസ്സിലായത് എൻട്രി ഒക്കെ ചെയ്യുന്ന സമയത്ത് ബ്രൈഡ് ആണെങ്കിലോ അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ ബ്രൈഡ് അതേപോലെ നമ്മൾ വളക്കാപ്പിനൊക്കെ ആവുന്ന സമയത്താണെങ്കിലും അമ്മമാരൊക്കെ ഇങ്ങനെ
ഈ സാധനത്തിൽ വെച്ചിട്ട് 4 ബ്രദേഴ്സ് അറ്റത്തും പിടിച്ചിട്ട് ഇങ്ങനെ കൊണ്ടുവരും കേട്ടോ. അത് അടിപൊളി സാധനമാണ്. നമ്മളുടെ വളകാപ്പിനുണ്ടായിരുന്നു ഇല്ലേ, നമ്മൾ വളക്കാപ്പിന് റെന്റിലെടുത്തിട്ട് അങ്ങനത്തെ ഒരു സാധനം ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു അങ്ങനെ വരണമെന്ന്. അങ്ങനെ അതേപോലെ നിങ്ങൾക്ക് അങ്ങനെ ആഗ്രഹം ഉണ്ടെങ്കിൽ ഇവിടെ വന്ന് വേഗം റെന്റിലെടുത്തു. നല്ല അടിപൊളി കളക്ഷൻസ് ഉണ്ട്. നമ്മളുടെ ബാക്ക്ഗ്രൗണ്ടിൽ അധികം ഒന്നുമില്ല, ഒരു പ്ലെയിൻ ആണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഇതേപോലത്തെ ഒരു നിയോൺ ലൈറ്റ് കൊടുത്താൽ മതി. ഇതിൽ കുറേ ഉണ്ട്. ബ്രൈറ്റ് ടു ബി ഉണ്ട്, മധുരം വെപ്പ്, ഹാപ്പി ബർത്ത്ഡേ, ലെറ്റ്സ് പാർട്ടി, വളക്കാപ്പ്, നെയ്മിങ് സെറമണി, അങ്ങനെ കുറേ ഹോളി, അങ്ങനെ എല്ലാത്തിനും ബേബി ഷവർ, അങ്ങനത്തെ കുറേ ഉണ്ട് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഇതിൽ വേണമെങ്കിൽ അങ്ങനത്തെ ഒരു പ്ലെയിൻ ബാക്ക്ഗ്രൗണ്ട് കൊടുത്തിട്ട് ഇതേപോലത്തെ ഒരു നിയോൺ ലൈറ്റ് കൊടുക്കുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും കേട്ടോ. അപ്പൊ അങ്ങനത്തെ കളക്ഷൻസ് ഇവിടെ ഉണ്ട് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ നൂലുകെട്ടിന്റെ ഉണ്ട്. പിന്നെ നോക്കി നമ്മൾ നേരത്തെ കാണിച്ച വണ്ണിന്റെ ഉണ്ട് കേട്ടോ. പിന്നെ ഒരുപാട് സ്റ്റിക്കേഴ്സ്, ബലൂൺസ് ഒക്കെ അവൈലബിൾ ആണ് ഇവിടെ. പിന്നെ അതേപോലെ തന്നെ കട്ടൗട്ട്സ്, 2-3 കട്ടൗട്ട്സ് കാണിച്ചതാട്ടോ. നോക്കി ആനക്കുട്ടിയുടെ കട്ടൗട്ട്സ് ഇട്ടാ. പിന്നെ നമുക്ക് ഗേൾ ബേബി ആണ് അങ്ങനെയൊക്കെ ആണെങ്കിൽ, അയ്യോ ദേ സിൻഡ്രല്ലൊക്കെ ഉണ്ട് അവിടെ. ടോം ആൻഡ് ജെറി, ഡക്ക്, നോക്കിയേ ആരാട്ടാ. സോറി ഗൈസ്, ഞാൻ അങ്ങനത്തെ കാർട്ടൂൺ കാണാറില്ല. ജിറാഫ് ഉണ്ട്, ജിറാഫിന്റെ ഒക്കെ ഉണ്ട്. പിന്നെ ഇഷ്ടംപോലെ സിൻഡ്രല്ല ഉണ്ട്. പിന്നെ മഷ്റൂം ഹോം, കുറെ കാർട്ടൂൺസ് അറിയാത്തത് കൊണ്ട് ഇങ്ങനത്തെ കുറെ ക്യാരക്ടേഴ്സ് എനിക്ക് അറിയുണ്ടാവില്ല. നിങ്ങൾക്ക് അറിയുന്നവരാണെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്തോളൂ. ടോം ആൻഡ് ജെറി ഒക്കെ ഞാൻ കാണും കേട്ടോ. നിങ്ങൾ എന്റെ കാലത്ത് ടോം ആൻഡ് ജെറി ആയിരുന്നു. ഞാൻ ജെൻസിയാണ്, പക്ഷെ ഞാൻ ടോം ആൻഡ് ജെറി ആണ് അങ്ങനെ കാർട്ടൂണിൽ കണ്ടിട്ടുള്ളത്. പിന്നെ ഡക്കാരെന്നറിയില്ല. പിന്നെ നമ്മുടെ കാത്തുപൂച്ച. ഞങ്ങൾ സ്കൂളിൽ ഫസ്റ്റ് കാണിച്ചിട്ടുള്ള കാർട്ടൂൺ ഏതാന്ന് വെച്ച് കഴിഞ്ഞാല് ഈ കാത്തുപൂച്ചയാണ് കേട്ടാ. കാത്തു അതാണ്. പിന്നെ സിംഹത്തിന്റെ ഉണ്ട്. അങ്ങനെ കുറെ കാർട്ടൂൺസിന്റെ സംഭവങ്ങൾ ഇവിടെ ഉണ്ട് കേട്ടോ. പിന്നെ എടുത്ത് പറയുകയാണെങ്കിൽ നോക്കിയേ, ക്രാഡിൽ നോക്കിയേ, നല്ലൊരു ഗ്രാൻഡ് ഒരു പ്രീമിയം ക്രാഡിൽ കേട്ടോ. നല്ല എന്താ പറയാ, നല്ല ഭംഗിയുണ്ട്. ഈ ഒറ്റ ഒരു ഫംഗ്ഷൻ ഈ ഒരു ക്രാഡിൽ സെന്ററിൽ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ തന്നെ പ്രീമിയം ആയിട്ടുള്ള ക്രാഡിൽ കേട്ടോ. ഇത് അടിപൊളി സാധനമല്ല. നിങ്ങൾക്ക് ഇഷ്ടമായി കമന്റ് ചെയ്യും. പിന്നെ നമ്മൾ എൻട്രിയിൽ എല്ലാവർക്കും അറിയില്ല, നമ്മൾ എൻട്രിയിൽ നെയിമിംഗ് ബോർഡ് കൊടുക്കുന്നു. അപ്പോൾ ഇതേപോലത്തെ നെയിമിംഗ് ബോർഡ് ആണെങ്കിൽ നിങ്ങൾക്ക് എക്സ്ട്രാ പൈസ ഒന്നും കൊടുക്കണ്ട. പ്രിന്റിങ് പൈസ ഒക്കെ കൊടുക്കാണ്ട് ഇതിൽ നമ്മൾക്ക് എഴുതാം. നമ്മൾ സ്വന്തം ഹാൻഡ് റൈറ്റിങ്ങിൽ അങ്ങനെ എഴുതണവരുണ്ടോ. പിന്നെ നമുക്ക് ഇഷ്ടമുള്ള കോട്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എഴുതണമെങ്കിൽ ഇതേപോലത്തെ ഒരു സ്റ്റാൻഡ് മേടിച്ചിട്ട് അതിൽ നമ്മൾക്ക് ഇങ്ങനെ എഴുതാം കേട്ടോ. അല്ലെങ്കിൽ എല്ലാവരും സൈൻ മേടിച്ചിട്ട് അതൊരു ഫോട്ടോഗ്രാഫ് ആയിട്ട് എടുത്ത് വയ്ക്കുക. അല്ലെങ്കിൽ എല്ലാവരും എന്തെങ്കിലും കോട്ട്, ബ്ലെസ്സിങ്സ് അങ്ങനത്തെ ഒക്കെ എഴുതാണെങ്കിൽ ഇതേപോലത്തെ ഒരു സാധനം ഫ്രണ്ടിലൊക്കെ ആണെങ്കിൽ അടിപൊളിയായിരിക്കും. കാരണം നമുക്ക് അടുത്ത പാർട്ടിയിലേക്ക് ഇത് എഴുതാം. ഫ്ലവേഴ്സിന് തന്നെ വേറെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. ഞാൻ എല്ലാം കാണിക്കുന്നില്ല, വീഡിയോയുടെ ലെങ്ത് നിങ്ങൾക്ക് ബോർ അടിക്കേണ്ടെന്ന് വെച്ചിട്ട് നിങ്ങൾക്ക് വേണമെന്ന് വെച്ചാൽ ഇവിടെ വന്ന് ചെക്ക് ചെയ്തു കേട്ടോ. ഇതേപോലത്തെ ഒരു ഫ്ലവർ വൈസ് ഉണ്ട്. പിന്നെ നോക്കിയേ, ഞാൻ നേരത്തെ ഒരു ലൈറ്റ് കാണിച്ചില്ലേ, അതിന് കോംപ്ലിമെന്റ് ചെയ്ത് പോകുന്ന വേറെ ലൈറ്റ്സുകളാണ് കേട്ടോ. പിന്നെ അതേപോലത്തെ കൊട്ടകൾ, ഇതേപോലത്തെ കൊട്ടകൾ. പിന്നെ നോക്കി ഇതിലൊക്കെ വെച്ചിട്ടൊരു സ്റ്റേജിൽ ഈ റെഡ് സാധനം കാണുന്നുണ്ട്, അതിൽ കിട്ടുന്ന ഇതിൽ വെച്ചിട്ട് ഇങ്ങനെ ഫുള്ളൊരു എൻ്റെ ഒരു അടുത്തൊരു തീം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുൾ ബട്ടർഫ്ലൈസ്, ഇങ്ങനത്തെ ഫ്ലവേഴ്സ് ഒക്കെ വെച്ചിട്ടാണെങ്കിൽ നല്ല അടിപൊളിയായിരിക്കില്ലേ. പിന്നെ ഈ കൊട്ട നോക്കിയാൽ ഇങ്ങനത്തെ ഈ കൊട്ടയിൽ ഒക്കെ നിറച്ച് ഫ്ലവേഴ്സ് ഇങ്ങനെ വെച്ചിട്ട് പോലെ. പിന്നെ ഒരുപാട് കൊട്ട ഉണ്ട് കേട്ടോ. നമുക്ക് ബാപ്റ്റിസത്തിനാണെങ്കിലും അതേപോലെ തന്നെ ഇനിയിപ്പോൾ ഓണത്തിന് നമുക്ക് കുറച്ച് കൊട്ടയിൽ പൂവൊക്കെ വെച്ചിട്ട് പോവാണെങ്കിൽ അതിന് നല്ല അടിപൊളിയായിരിക്കും കേട്ടോ. സൂത്രം കാണിച്ചാലേട്ടാ വായോ. നെയിമിംഗ് റിവീലിന്റെ ഒരുപാട് സാധനങ്ങൾ ദേ നോക്കിയേ. നമ്മൾ ബേബീസിന്റെ പേരൊക്കെ ഇങ്ങനെ വരാണെങ്കിൽ എന്തൊരു അടിപൊളി ഗ്രാൻഡ് ആയിരിക്കും അല്ലേ. ഇത് ഇങ്ങനെ അടച്ചു വെക്കാൻ വേണമെങ്കിൽ, തുറന്ന് വെക്കാൻ വേണമെങ്കിൽ പകുതിയായിട്ട് ഓപ്പൺ ചെയ്ത് വെക്കാം. റിമോട്ടിലാണ് നിങ്ങൾക്ക് ഇത്തിരി നീങ്ങി നിന്നിട്ട് ഇത് മാത്രം ഹൈലൈറ്റ് ചെയ്തിട്ട് ഓൺ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അത് നല്ലതാണ് കേട്ടോ. അപ്പം അതേപോലെ അത് മാത്രമല്ല കേട്ടോ, ഒരുപാട് നെയിമിംഗ് റിവീലിൻ്റെ സാധനങ്ങളുണ്ട്. ഇങ്ങനെ സൈഡിൽ കൂടെ വലിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ബേബീസിൻ്റെ പേര് വരും. കണ്ട ഇങ്ങനെ സൈഡിൽ കൂടെ വലിച്ചു കഴിഞ്ഞാൽ ഇത് ഇത്തിരി ജാമായിട്ടിരിക്കണം തോന്നുന്നു. അങ്ങനെ നെയിം റിവ്യൂവിൽ വരും. അതേപോലെ തന്നെ അപ്പുറത്ത് ഞാൻ കാണിച്ചിട്ട് 2-3 വേഗം ഓടിച്ച് കാണിച്ചിട്ട് നിങ്ങൾക്ക് ബോറടിക്കാതിരിക്കാനായിട്ട് ഇങ്ങനെ ഇലയിൽ ഇങ്ങനെ കെട്ടിയിട്ട് ആലിയിൽ ഇങ്ങനെ ഈ സാധനം അയച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ പേര് വരും. അതേപോലെ താമരയുടെ ഉണ്ട്, ബട്ടർഫ്ലൈയുടെ ഉണ്ട്. പിന്നെ നമ്മൾ ഒരുപാട് റീൽസിൽ കണ്ടിട്ടുള്ള ഇങ്ങനെ ബബിൾസിൽ അതിൻ്റെ ഒരു പ്രീമിയം വേഷം ഉണ്ട്. അതായത് ബേബിയുടെ ഫോട്ടോ അതിൻ്റെ ഉള്ളിൽ കൊടുക്കും. എന്നിട്ട് ഇതിൽ ഫുൾ ബബിൾസ് നിറയ്ക്കും. എന്നിട്ട് ഇങ്ങനെ വലിക്കുന്ന സമയത്ത് ബബിൾസ് അടിയിൽ കൂടെ പോകും. അങ്ങനത്തെ ഒരു സെറ്റപ്പാണ് കേട്ടത്. എനിക്കിഷ്ടമായത് ആ ഷെല്ലിൻ്റെയാണ്. ചേട്ടന് ഏതാ ഇഷ്ടമായേ? ബട്ടർഫ്ലൈ ആണ് ഇഷ്ടമായ. ഗേൾ ബേബി വരുമ്പോൾ അപ്പോൾ ബട്ടർഫ്ലൈ എടുക്കും നമ്മൾക്ക്. നമുക്ക് ഇതൊക്കെ ബാക്ക്ഗ്രൗണ്ടിൽ കൊടുക്കുന്നതാണ്. പിന്നെ അതേപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ല ONE1 തന്നെ ഇഷ്ടംപോലെ കളക്ഷൻസ് ഇവിടെ ഉണ്ട് കേട്ടോ. പിന്നെ നോക്കി യൂണിക്കോൺ ഉണ്ട്. യൂണിക്കോൺ ഇഷ്ടമുള്ള ബേബീസിന് വേണ്ടിയിട്ട് യൂണിക്കോൺ കൊടുക്കാം കേട്ടോ. പിന്നെ ഇത് ഇപ്പോൾ ഇവിടെ ഓഫറിന് കൊടുക്കുന്ന ഐറ്റമാണ് കേട്ടോ. ഇതിപ്പോൾ എത്ര നാൾ നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ ഓഫർ ഉണ്ടാവും എനിക്കറിയില്ല. ഇത് ഈ ഒരു ആർച്ചും അതേപോലെ തന്നെ ഈ കേക്ക് സ്റ്റാൻഡ്, പിന്നെ ഈ ഒരു സ്റ്റാൻഡും 1600 അല്ലേ, 1600
1599 ആണ് ഇതിൻ്റെ ഒരു ഓഫർ വരുന്നത് കേട്ടോ. നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ആർച്ചും കാര്യങ്ങളൊക്കെ ആയിട്ട് കേട്ടോ. തീവണ്ടിയുടെ പോലത്തെ ഒരു ഡെക്കോർ തന്നെയാണ്. പിന്നെ ഇങ്ങനത്തെ ഡെക്കോർസ് ഉണ്ട്. പിന്നെ നോക്കുക, ഞാൻ പറഞ്ഞ പോലത്തെ ഫ്ലവർ വേസ്, ഈ ബാക്ക്ഗ്രൗണ്ട്സ് ഒക്കെ ഉണ്ടല്ലോ, ഈ ബാക്ക്ഗ്രൗണ്ട്സ് ഒക്കെ കൂടെ കൊടുക്കട്ടെ. ആ മുകളിലിരിക്കുന്നത് ആരാണ് നോക്കും? സ്പൈഡർമാൻ. അതൊരു കുഞ്ഞ ക്രാഡിലട്ടെ, ഏറ്റവും ചെറിയ സ്മോൾ ടൈനി ബേബീസിനെ വയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ക്രാഡിലാണ്. പിന്നെ നമുക്ക് ചെയേഴ്സിന് തന്നെ കളക്ഷൻസ് ഉണ്ട്. മുകളിൽ കണ്ടോ ചെയേഴ്സ്, ബേബീസിനൊക്കെ എത്താൻ പറ്റിയിട്ടുള്ള ചെയേഴ്സാണ് കേട്ടോ അതൊക്കെ. അപ്പം അങ്ങനത്തെ ഒരുപാട് കളക്ഷൻ ഉണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ല, ഫസ്റ്റ് ബർത്ത്ഡേക്ക് എന്തായാലും നിങ്ങൾക്ക് ഇവിടെ വിസിറ്റ് ചെയ്യാം. എഴുതിയിട്ടുള്ള ഒരുപാട് കളക്ഷൻസ് ഇവിടെ ഉണ്ട് കേട്ടോ. പിന്നെ ഈ ബേബീസിന് തന്നെ പറ്റിയിട്ടുള്ള ടെൻറ്റുകളാണ് കേട്ടോ. അവിടെ ഒരു പിയാനോ കാര്യങ്ങളൊക്കെ ഇരിക്കുന്നത് നല്ല ഭംഗിയുണ്ടല്ലോ കാണാനായിട്ട്. പിയാനോ ഇപ്പോൾ ഈ ഫ്ലവർ വേസ് വേണമെങ്കിൽ നിങ്ങൾക്ക് വേറെ ഫ്ലവർ വേസ് ആണെങ്കിൽ കുറച്ചുകൂടി ഭംഗിയുണ്ടാവും. ഇവിടെ ഒരു ഫ്ലവർ വേസ് ഇരിക്കുന്നുണ്ട്. പിന്നെ ഇതൊക്കെ ടെൻറ്റുകളാണ് കേട്ടോ, നിലത്തിങ്ങനെ വെച്ചിട്ടുള്ളത്. ഇതിൽ വെച്ചിട്ട് നമുക്ക് ഫോട്ടോഷൂട്ടും കാര്യങ്ങൾ നടത്താം. പിന്നെ ഈ ഒരു സൈക്കിൾ നോക്കി, അയ്യോ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല അല്ലേ? ഈ സൈക്കിൾ നോക്കി, ഈ സൈക്കിൾ നല്ല രസമല്ലേ കാണാനായിട്ട്, അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് കളക്ഷൻ ഞാനിതിൽ എനിക്ക് കാണിക്കാൻ പറ്റിയിട്ടുള്ള കുറച്ചധികം കാര്യങ്ങളൊക്കെയാണ് കാണിച്ചിട്ടുള്ളത്. ഇത് കൂടാണ്ട് കുറേ കളക്ഷൻസ് ഇവിടെ ഉണ്ട് കേട്ടോ. നിങ്ങൾക്ക് മുകളിലൊക്കെ നോക്കിയാൽ കാണാൻ പറ്റും. ചെറിയ ടൈപ്പ്. പിന്നെ നമുക്ക് മാവേലിയുടെ കൊടയൊക്കെ ഉണ്ട് കേട്ടോ, കുഞ്ഞു മാവേലീസ്. കുഞ്ഞു മാവേലികളൊക്കെ ഉണ്ടെങ്കിൽ കുഞ്ഞു മാവേലികൾക്ക് പറ്റിയിട്ടുള്ള ആ കൊട, നിറച്ച് കൊടകൾ, ഇഷ്ടംപോലെ കൊടകളും കാര്യങ്ങളൊക്കെ. നമ്മളെ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായി എന്ന് വിചാരിക്കുന്നു. ഇതേപോലത്തെ വീഡിയോസ് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പറയട്ടെ കമൻറ്റിൽ. അപ്പോൾ ഇതേപോലത്തെ ഹെൽപ്ഫുള്ളായിട്ടുള്ള വീഡിയോസ് ഞാൻ ചെയ്യുന്നതായിരിക്കും. ഇതാണ് എൻ്റെ വീഡിയോഗ്രാഫർ. ഞാൻ കുറച്ചധികം റെൻറ്റ് കൊടുത്തിട്ടാണ് ഇയാളെ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് നിർത്തുന്നത്. ഭയങ്കര എക്സ്പെൻസീവാണ് ആൾ. ഇപ്പോൾ ആൾ തന്നെ പോയി കണ്ടു. പിന്നെ ഒരു അനുസരണം എന്ന് പറഞ്ഞ സാധനം അയാൾക്ക് ഇല്ല. ആൾ രക്ഷപ്പെട്ടിരിക്കുന്നു. എനിക്ക് ഇവിടെ വന്നപ്പോൾ ഒരു ഓപ്പോസിറ്റ് ഒരു വീട് ഭയങ്കര ഇഷ്ടമായിട്ട്, ഭയങ്കര പഴയ വീടിട്ടാണ്. പക്ഷെ കാണിക്കാൻ പറ്റുമോ ഇല്ലേ, കണ്ടോ, കാണിക്കാൻ പറ്റുമോ ഇല്ലേ എന്നറിയില്ല. അവർ വേറൊരു പ്രോപ്പർട്ടി അല്ലേ, അതോട് കാണിക്കുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എൻ്റെ കമ്മൽ പോയി കഴിച്ചു. അപ്പോൾ പ്ലേസ് വരുന്നത് നമ്മുടെ മേക്ക് മൈ പാർട്ടിയാണ്. ഒരു പാട്ട് രാക്കിലാന്ന് പറഞ്ഞുകൊണ്ട് ഫാൻറ്റസി കപ്പിൾസ്.